ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ഡേയ്സ് ആയിട്ട് വീഡിയോസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. എനിക്ക് ഹെൽത്ത് കുറച്ച് മോശമായതുകൊണ്ടായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പൊ കുറച്ച് പേരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്താ പറ്റി, എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന്. അപ്പൊ ഇതായിരുന്നു പ്രശ്നം. പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് അപ്ഡേറ്റ് പോലും അറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അത്രയ്ക്കും ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ എന്തായാലും എന്റെ ഹെൽത്ത് ഓക്കെ ആണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നില്ല എങ്കിലും ഇതിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഗൈഡൻസ് എന്താണോ അത് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ നെയിം മനസ്സിൽ റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ് ആലോചിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഇമോഷണൽ ലോസ്, obstacles and challenges, financial material changes, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ക്രൗൺ ചക്രയാണ്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സിക്സ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ്, പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ഈ ഒരു കാർഡ്സിൽ നിന്നും നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോ അവരുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പം എന്ത് തന്നെ ഇഷ്യൂസുകൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിലും ഒരു ഈഗോയുള്ള, ഒരു അഹങ്കാരമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളടുത്ത് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് ആദ്യം തന്നെ പറയുന്നത് പേഷ്യൻസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാ, ഒന്ന് ക്ഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇതിന്റെ ക്ലാരിഫിക്കേഷൻ നോക്കുമ്പം സിക്സ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു കുറെ നാളായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഉള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാക്കാം. അതിപ്പം നിങ്ങളോ അല്ലെങ്കിൽ അവരോ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളടുത്ത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ഒരു ലെസ് കോണ്ടാക്ട് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്.
ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇമോഷണൽ ലോസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നു, ഒരുപാട് കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, വേറെ ആളുകൾ വഴി നിങ്ങളുടെ ആളിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. കാരണം ഇവിടെ ക്ഷമ വന്നതുകൊണ്ടാണ് നിങ്ങളൊന്ന് ക്ഷമിക്കാനാണ് പറയുന്നത്. അതിന്റെ കാരണം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എലോൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഹെർമിറ്റ് കാർഡാണ്. അവര് പല കാര്യങ്ങളും ലൈഫിൽ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും അവർ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ടാണ്, എലോൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തിയത് പോലും അവരുടെ ലൈഫിലെ ചില കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പം നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും കമന്റ് ചെയ്യും, നിങ്ങളെ മാറ്റി നിർത്തിയിട്ട്, സ്നേഹിക്കുന്ന ഒരാളെ മാറ്റി നിർത്തിയിട്ട് എന്താ ലൈഫിലേക്ക് നേടാനുള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അറിയാം, റെസ്പോൺസിബിലിറ്റികൾ ഉണ്ടെങ്കിൽ അവിടേക്ക് അവർക്ക് തിരിയേണ്ടത് അത്യാവശ്യമാണ്. അവിടെ എന്ത് സ്നേഹമോ അങ്ങനെയല്ല, ഫസ്റ്റ് അവർ വാല്യൂ കൊടുക്കേണ്ട സ്ഥലത്ത് അവർക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കരിയർ ബേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു തടസ്സമാണെങ്കിൽ അവർ അതിലൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കും. അത് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിചാരത്തിൽ അവര് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ സക്സസിലേക്ക് പോകാൻ വേണ്ടി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. അത് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണും ശ്രമിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ വേറെന്തോ ഒരു സിറ്റുവേഷനിലേക്കാണ് അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഇല്ലാതെ ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ഇല്ലാതെ അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ഓക്കെ, അതായത് നിങ്ങളെ വേണം, അവർക്ക് ലൈഫിലേക്ക് നിങ്ങളെ വേണം. പക്ഷെ ഇപ്പം അവർ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഒരു ഈഗോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അഹങ്കാരമുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും, ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്ന ഒരു എനർജി, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങൾ അവരെ അറിയിക്കുകയാണ് നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്, നിങ്ങൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് കാരണം എന്നുള്ളത് നിങ്ങൾ ഇവിടെ കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം അവർക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഫൈൻ, നിങ്ങൾ പോയിട്ടില്ല, നിങ്ങൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയുന്ന കാര്യമാണ്. സോ അവർ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവരുടെ സക്സസിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അവർക്ക് ഇപ്പൊ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ഒരുപാട് വരുന്നുണ്ട്. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒക്കെ ഉള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് കാറ്, വീട്, അങ്ങനെയുള്ള സംതിങ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. സോ അവര് അതിലേക്കെല്ലാം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. പക്ഷെ അത് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടല്ല, അതിനുശേഷം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തെളിവ് നിങ്ങൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ അന്വേഷിക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യം ഒന്നും തന്നെ അവരിവിടെ ആലോചിക്കുന്നില്ല. ഓക്കെ, ഇവിടെ 5 ഓഫ് പെന്റക്കിൾ എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് എന്ന കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവർക്ക്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു ചേഞ്ചുകൾ അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരുടെ ഒരു കോണ്ടാക്ട്, ഒരു കോളോ അല്ലെങ്കിൽ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഇന്നായിരിക്കും, നാളെ ആയിരിക്കാം, എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്നൊരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് അവരെ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിലേക്ക് കാലചക്രം തിരിഞ്ഞു വരും എന്നുള്ളത്. അതായത് സമയം നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചുകൾ നേരിടേണ്ടി വന്നു, അവർക്ക് ഒരുപാട് ചാലഞ്ചുകൾ നേരിടേണ്ടി വന്നു. അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയിൽ നിങ്ങളെ അവർക്ക് മാറ്റി നിർത്തേണ്ടി വന്നു. പക്ഷെ മനസ്സിലാക്കുക, ഇവിടെ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ ഗുഡ് ന്യൂസുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ,
അതും സഡൻ ആയിട്ട് തന്നെ അതിനൊരു സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം എത്രയോ നാളായിക്കോട്ടെ, വർഷങ്ങളായിക്കോട്ടെ, ഞാൻ ഇവിടെ പറഞ്ഞു ഒരുപാട് നാളുകൾ കൊണ്ട് നിങ്ങളെ കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഇവിടെ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും, മെസ്സേജ് ചെയ്യുന്നതായിരിക്കും, കോൾ ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത്, ഇതൊരു റിവേഴ്സ്ഡ് കാർഡാണ്. 8 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് ഇത്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ചിട്ട് പോയ ഒരാളായിരുന്നു. പക്ഷെ അത് റിവേഴ്സ്ഡ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു എനർജി മാറിയിട്ടുണ്ട് അവർക്ക്. കാരണം അവരുടെ സിറ്റുവേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു കറന്റ് സിറ്റുവേഷൻ, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണെങ്കിലും അതിലെല്ലാം തന്നെ ഇപ്പൊ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ചുകൾ അവരുടെ ലൈഫിൽ വന്നതോടെ ഇനി വേണ്ടത് നിങ്ങളാണ്. ഓക്കെ, പക്ഷെ ഇവിടെ അവരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിയുമ്പം അവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈഗോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അഹങ്കാരം കുറച്ചുള്ള പേഴ്സൺ ആണ്. സോ അവര് നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പെൻഡിങ് ആയി വെച്ചുകൊണ്ടിരിക്കും. അതൊരു വാല്യൂ അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ അവര് റെസ്പെക്ട് ചെയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ റെസ്പെക്ട് ചെയ്യാത്തൊരവസ്ഥയാണ്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവര് നിങ്ങളിൽ ഹോപ്പ് വെച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, അതായത് അവരുടെ റൂട്ട് എന്താണോ അതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ട്. ഓക്കെ, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതും ഈ ഒരു റിലേഷൻ മാത്രമല്ലല്ലോ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ ഒരു ലൈഫ് സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താകും? ഈ ഒരു ചേസിങ് നിങ്ങൾക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള എനർജി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും നിങ്ങളുടെ എനർജി അവിടെ പോകുന്നില്ല, നിങ്ങൾ വരുന്നില്ല. അപ്പൊ അവരെന്താ, അവരുടെ ഹോപ്പ് അവിടെ നഷ്ടമാകും. ആ സ്പോട്ടിൽ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യരുത് എന്ന് കരുതിയാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അവരാണ് തെറ്റ് ചെയ്തെങ്കിലും നിങ്ങളാണ് തെറ്റ് ചെയ്തെങ്കിലും അവർ തിരിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഴയ കാര്യങ്ങളിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാതിരിക്കുക. ഓക്കെ, പഴയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത്, ഞാൻ പറഞ്ഞ ഒരു സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഹങ്കാരമുള്ള ഒരാളാണ്. സോ അവര് അതിന് തർക്കിച്ച് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും മാറ്റി നിർത്താം. ഓക്കെ, എനിക്ക് തോന്നുന്നു ചില ആളുകളിലേക്കെങ്കിലും ഇപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ സോറി ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഈഗോ വെച്ചിട്ട് അവർ സോറി ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അതായത് നിങ്ങളുടെ തെറ്റ് പോലെ നിങ്ങളിലേക്ക് ആ തെറ്റുകളെല്ലാം എടുത്തിട്ട് അവർ വന്നിട്ടുണ്ടാകാം, നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വന്നിട്ടുണ്ടാകാം, സ്നേഹം അപേക്ഷിച്ച് വന്നിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾ തിരിഞ്ഞു നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവർ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് ചേസ് ചെയ്യുന്ന, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് പോലെ ഇങ്ങോട്ട് വന്ന് ചേസ് അവർ ചെയ്യത്തില്ല. അവര് ആ ഒരു സമയത്ത് എനർജിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് വരുമായിരിക്കാം, പക്ഷെ പ്രോപ്പർ ആയിട്ട് അവർ അവിടെ നിൽക്കണം എന്നില്ല. ഓക്കെ, അതായത് അവരുടെ ഉള്ളിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ ഉണ്ടാകും, അതൊക്കെ ജെന്യൂൻ ആയിരിക്കാം. പക്ഷെ അവരുടെ ക്യാരക്ടർ നോക്കുമ്പം അവരുടെ ഉള്ളിൽ അത് വെക്കുക എന്ന് മാത്രമല്ലാതെ അത് പുറത്ത് കാണിക്കാൻ അവർ വന്നെന്നിരിക്കില്ല. അത് പിന്നെയും നിങ്ങളെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം. സമൂഹത്തിലൊക്കെ നോക്കുമ്പം ഈ പേഴ്സൺ വളരെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഭയങ്കര ഇമേജിനെ ഒന്നും കോട്ടം തട്ടാതെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ചേസിങ് എന്നൊക്കെയുള്ളത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോക്കസിലേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.